അഗ്നിപഥ് പദ്ധതിയിൽ വൻ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ സേനയിൽ നിലനിർത്തുന്ന അഗ്നിവീർമാരുടെ എണ്ണം 25% നിന്ന് 75% ഉയർത്താനാണ് ഇപ്പോൾ ആലോചന വന്നിരിക്കുന്നത്. അഗ്നിവീർമാരുടെ ആദ്യ ബാച്ചിന്റെ സേവന കാലാവധി അടുത്ത വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ചർച്ച വന്നിരിക്കുന്നത്. ബാലഗോപാൽ തന്നെയാണ് അതിന്റെ വിവരങ്ങൾ നൽകുക. ബാലു, അങ്ങനെ അഗ്നിപഥിൽ അപ്പോൾ 25% നിന്ന് 75% മാറ്റാനുള്ള പുതിയ തീരുമാനം കൂടി വന്നിരിക്കുന്നു. ബാലു, തീരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷേ തീരുമാനം, അതായത് ഇന്ന് ജയ്സാൽമീറിൽ ആരംഭിക്കുന്ന ആർമി കമാൻഡേഴ്സ് കോൺഫറൻസ് ആണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേരുന്ന ആദ്യ ആർമി കമാൻഡേഴ്സ് കോൺഫറൻസ് യോഗമാണ് ഇന്ന് ജയ്സാൽമീറിൽ ആരംഭിക്കുന്നത്. ഈ യോഗത്തിന്റെ അജണ്ടയിലാണ് ഇപ്പോൾ അഗ്നിപഥ് പദ്ധതിയിൽ വൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശങ്ങൾ ഉള്ളത്. നേരത്തെ ഈ അഗ്നിപഥ് പദ്ധതി കൊണ്ടുവന്നിരുന്നപ്പോൾ, അല്ലെങ്കിൽ അത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്ത് അത് നടപ്പിലാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഈ 4 വർഷം കഴിയുമ്പോൾ, 4 വർഷത്തെ സേവന കാലാവധി കഴിയുമ്പോൾ 25% പേരെ സൈന്യത്തിൽ നിലനിർത്തും, ബാക്കി 75% പേരെ സൈന്യത്തിൽ നിന്ന് പുറന്തള്ളുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ നിലനിർത്തുന്ന അഗ്നിവീർമാരുടെ എണ്ണം 25% നിന്ന് 75% ഉയർത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ കരസേന പരിഗണിക്കുന്നത്. ഇതാണ് നിർണായകമായ ആർമി കമാൻഡേഴ്സ് കോൺഫറൻസ് യോഗത്തിൽ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഗ്നിവീർമാരുടെ ആദ്യ ബാച്ചിന്റെ സേവന കാലാവധി അടുത്ത വർഷം അവസാനിക്കുകയാണ്. അതായത് 2001 ഇവർ ഈ സേനയുടെ ഭാഗമാണ്. 2001-2002 കാലഘട്ടത്തിലാണ് ഈ അഗ്നിവീർമാരുടെ ആദ്യ ബാച്ച് സേനയുടെ ഭാഗമാകുന്നത്. അവരുടെ സേവന കാലാവധി അടുത്ത വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ ഈ ശുപാർശ ഇപ്പോൾ കരസേന ചർച്ച ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ. പക്ഷേ കരസേനയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വൈകാതെ തന്നെ നൽകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓക്കെ ബാലു, അങ്ങനെ അഗ്നിവീർമാരുടെ എണ്ണം 25% നിന്ന് 75% ഉയർത്തണോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന നിർണായകമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ കരസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ആലോചനയാണ് വന്നിരിക്കുന്നത്. നടപ്പാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള തീരുമാനം ഉണ്ടാവുകയെന്നാണ് ബാലഗോപാൽ വിവരങ്ങൾ നൽകുന്നത്.